നമസ്കാരം. കോൺഗ്രസ് SDPI ബാന്ധവം മറനീക്കി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും ഇസ്ലാമിക ഭീകരവാദികളുമായിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ഇപ്പോഴിതാ കർണാടകത്തിലുള്ള കോൺഗ്രസ് SDPI ബന്ധമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ വഖഫ് മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്ററായിട്ടുള്ള സമീർ അഹമ്മദും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിട്ടുള്ള മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡയറക്ടർ മുഹമ്മദ് സിറാജും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ലീക്കായിരിക്കുന്നത്. ദേവാങ്കിരി സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായ ഷമാനൂർ മല്ലികാർജുന് എതിരെ SDPIയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, അയാൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കണം, അതിനു വേണ്ടിയിട്ട് ഞാൻ കാശും എൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗിക്കും എന്ന തരത്തിലുള്ള ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. ഷമാനൂർ ശിവശങ്കരപ്പയുടെ ചെറുമകനാണ് ഷമാനൂർ മല്ലികാർജുൻ. ദീർഘനാൾ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഈ ഷമാനൂർ ശിവശങ്കരപ്പയുടെ ചെറുമകനായിട്ടുള്ള ഷമാനൂർ മല്ലികാർജുൻ വേണ്ടി അയാൾക്ക് എതിരായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടന്നിരിക്കുന്നത്. ദേവാങ്കിരി മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെ വിജയിച്ചു. പക്ഷേ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ SDPIയെ യോജിപ്പിക്കുവാനും SDPIയുടെ കുക്കർ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തൻ്റെ കാശും തൻ്റെ സ്വാധീനവും ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ പലരുടെയും മനസ്സിൽ SDPI അത്രമേൽ ആഴത്തിൽ വേരോടിയിരിക്കുകയാണ്. കോൺഗ്രസിന് എതിരെ പോലും, അതായത് ആ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥിക്കെതിരെ പോലും മറ്റ് SDPI നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുവാൻ തയ്യാറായിരിക്കുകയാണ് സമീർ അഹമ്മദ് ഖാൻ. ഇത്തരത്തിൽ കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തിലും ദുർബലമാകുകയാണ്. കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിൽ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിക്കുവാനും വേണ്ടിയിട്ട് ആളും അർത്ഥവും കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ആൾക്കാരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കാം. കേരളത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് കോൺഗ്രസ് കൂട്ടുകൂടിയിരിക്കുന്നത്. VD സതീശൻ എന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവമൊക്കെ മാറി അവർക്കിപ്പോൾ പഴയ രീതിയിലുള്ള ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യസങ്കല്പമൊന്നുമില്ല. മതം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന തരത്തിലുള്ള സങ്കല്പമൊന്നുമില്ല. അവരിപ്പോൾ വലിയ മതേതരവാദികളായി മാറിയിട്ടുണ്ട് എന്നാണ് VD സതീശൻ തന്നെ പറഞ്ഞത്. SDPIയെക്കുറിച്ച് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായ AKM അഷ്റഫ് പറഞ്ഞത് അവരൊരു മതേതരവാദ കക്ഷിയാണ്, അല്ലെങ്കിൽ മതേതരത്വത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രാഷ്ട്രീയ കക്ഷിയാണ് എന്നൊക്കെയാണ്. ഈ ഭീകരവാദ സംഘടനയെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം AKM അഷ്റഫ് പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDPI. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അവർ SDPIയിലേക്ക് ചേക്കേറി. അവരുടെ നേതാക്കന്മാർ SDPIയിലേക്ക് ചേക്കേറുകയും അതിനനുസരിച്ച് നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. ഈ അടുത്ത സമയത്താണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല നീക്കങ്ങളും NIA പുറത്തു കൊണ്ടുവന്നത്. രാജ്യത്തെ തന്നെ വിഘടിപ്പിക്കുവാൻ, അതായത് സൗത്ത് ഇന്ത്യയെ വിഘടിപ്പിക്കുവാൻ വേണ്ടിയുള്ള സജീവമായ നീക്കങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത്. പലതിനും വിദേശ ബന്ധങ്ങളുണ്ടായിരുന്നു. വിദേശ രാജ്യത്തെ ഭീകരവാദ സംഘങ്ങളുമായിട്ട് ഇവർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പ്രത്യേകിച്ചും ISISുമായിട്ടും ലഷ്കർ-ഇ ത്വയ്ബയുമായിട്ടുമൊക്കെ വളരെ അടുത്ത ബന്ധമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നത്. അവരുടെ ആയുധ പരിശീലകനായ മൊയ്തീൻ കുട്ടി ബന്ധപ്പെട്ടത് ലഷ്കർ-ഇ ത്വയ്ബയുമായും അതോടൊപ്പം തന്നെ മറ്റു പല ഭീകരവാദ സംഘടനകളുമായിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ബന്ധമുള്ള ഈ ഭീകരവാദികൾ തിരിച്ച് കേരളത്തിലേക്ക് വരികയും അവർ പലതരത്തിലുള്ള ട്രെയിനിങ് ഈ ഭീകരവാദികൾക്ക് കൊടുക്കാനൊക്കെ തയ്യാറായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് NIA പട്യാല കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അത്തരത്തിലുള്ള ഭീകരവാദ കക്ഷികളുമായിട്ട്, ഭീകരവാദികളുടെ നേതാക്കന്മാരുമായിട്ടാണ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ അടുത്ത ചങ്ങാത്തം. അതിൽ കോൺഗ്രസിൻ്റെ തലമുതിർന്ന ആൾക്കാർ പോലും അതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷ ഇവർ എത്രത്തോളം മാനിക്കുന്നു എന്നതിൽ വലിയ
സംശയമുണ്ട്, വലിയ ആശങ്കയുണ്ട്. ഇത് ഇങ്ങനെ പോയാൽ അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരാണ് ഇത് ഒരു ഒളിവും മറയും ഇല്ലാതെ ഇത്തരത്തിലുള്ള വിഘടനവാദികളുമായി ബന്ധം പുലർത്തുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ വളരെ സജീവമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ ഒരു സമയത്ത് ബന്ധം പുലർത്തുന്നു. അതായത് കാശ്മീരിലെ വിഘടനവാദികളുമായിട്ട് തന്നെ നേരിട്ടുള്ള ബന്ധമായിരുന്നു ഇവർ പലരും പുലർത്തിയിരുന്നത്. കോൺഗ്രസും അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ അതും ഒരു പടി കൂടി കടന്ന് നേരിട്ടുള്ള ഭീകരവാദികളുമായിട്ടാണ് ഇവർക്ക് അടുത്ത ബന്ധമുണ്ടാകുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭീകരവാദ അല്ലെങ്കിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്നവരുമായിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ ബാന്ധവം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും പല സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത്, ഇപ്പോൾ കേരളത്തിലായാലും കർണാടകത്തിലായാലും ചില സംസ്ഥാനങ്ങളിലൊക്കെ ഭരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. മമതാ ബാനർജി ഇത്തരത്തിലായിരുന്നു ബംഗാളിൽ പ്രവർത്തിച്ചു പോകുന്നത്. കഴിഞ്ഞ 15 വർഷത്തെ മമതയുടെ പ്രവർത്തനം കൊണ്ട് ബംഗാൾ ഒരു ഭീകരവാദ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരുന്നു. അതായത് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് ആളും ആർത്തവും കൊടുത്തുകൊണ്ട് അവരെ ഇവിടെ താമസിപ്പിക്കുകയും ഹിന്ദു വേട്ട നടത്തുവാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരുന്നു മമതാ ബാനർജി. അതിൻ്റെ തെളിവുകൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ഷെയ്ഖ് ഷാജഹാനെ പോലുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യുവാൻ പോലും TMCയുടെ നേതാക്കന്മാർ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സംസ്ഥാനത്തെ മൊത്തം മലീമസമാക്കി മാറ്റി അവിടുത്തെ ഭീകരവാദ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയായി പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു മമതാ ബാനർജി. അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മമതാ ബാനർജിയുടെ നീക്കം കാരണം കഴിഞ്ഞ 15 വർഷക്കാലം ബംഗാൾ പതനത്തിൽ നിന്ന് പതനത്തിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 600 കിലോമീറ്ററോളം ബംഗ്ലാദേശ് അതിർത്തിയെ പൂർണ്ണമായും കവർ ചെയ്യുന്ന തരത്തിലുള്ള വേലികൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല മമതാ ബാനർജി. അങ്ങനെ വളരെ ഭീകരമായ നീക്കങ്ങളായിരുന്നു മമതാ ബാനർജി നടത്തിയിരുന്നത്. ഈ മമതാ ബാനർജിക്ക് വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് അടക്കം വലിയ പിന്തുണയാണ് ലഭിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ അവർ പ്രഖ്യാപിച്ചത് ഇവിടെ പശുവിനെ കൊല്ലാൻ സമ്മതിച്ചില്ല എങ്കിൽ ഹിന്ദുക്കളെ കൊല്ലും, മമതാ ബാനർജിയെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവന്നില്ല എങ്കിൽ ഹിന്ദുക്കളെ കൊല്ലും, ഭാരതത്തെ ആക്രമിക്കും എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു വിദേശ രാജ്യത്ത് സ്വാധീനം ചെലുത്തുന്ന തരത്തിലേക്ക് മമതാ ബാനർജി മാറിയിരുന്നു. ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശുമായിട്ട് ഒരു അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായിട്ട് പല കോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജനം ഒന്നടങ്കം ഇളകി വന്നുകൊണ്ട് മമതാ ബാനർജിക്കെതിരെ വോട്ട് ചെയ്തത്. ആദ്യത്തെ ഘട്ടത്തിൽ പോലും 91.38%, രണ്ടാമത്തെ ഘട്ടത്തിൽ 92.6% വോട്ടും ബംഗാളിൽ രേഖപ്പെടുത്തി. അങ്ങനെയാണ് മമതാ ബാനർജിയെ പിടിച്ച് പുറത്താക്കിയത്. ഈ തരത്തിലാണ് കോൺഗ്രസും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് നേരത്തെയും ഈ രീതിയിലായിരുന്നു. പക്ഷേ ഇത് വളരെയധികം വലിയ രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നത് അത്യധികം രാജ്യത്തിനെ ഭയാനകമായ രീതിയിൽ മാറ്റുന്ന ഒരു തരത്തിലുള്ള നീക്കം തന്നെയാണ്. ഇതിനെ നമുക്ക് ഒരു കാലത്തും ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചുകൂടാ. അവർക്കെതിരെ ശക്തമായ നീക്കം തന്നെ രാജ്യം നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. ഈ രീതിയിൽ SDPIയെ പിന്തുണയ്ക്കുവാൻ വേണ്ടിയിട്ട് കുക്കർ ചിഹ്നത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിയാണ്. ഇവിടെ SDPIയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ DMK കോൺഗ്രസിൻ്റെ സഖ്യം SDPIയോട് ചേർന്നാണ് മത്സരിച്ചത്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിലും വലിയ ബാന്ധവങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. വിഘടനവാദി നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധം തന്നെ പുലർത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഡൽഹി ബ്ലാസ്റ്റിൽ ഉമർ ഖാലിദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന അത്തരത്തിലുള്ള സ്ഫോടനങ്ങളിലടക്കം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവരുമായിട്ടൊക്കെ അടുത്ത ചങ്ങാത്തം പുലർത്തുന്നുണ്ട്. അങ്ങനെ ഈ വിഘടനവാദികളോട് അതോടൊപ്പം തന്നെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ കർഷക സമരത്തിൽ ചില ടൂൾ കിറ്റുകൾ, അതിന് വിദേശ ബന്ധം ഉണ്ടായിരുന്നു എന്ന തരത്തിൽ തന്നെ വ്യക്തമായ ചില തെളിവുകൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് പല നിരീക്ഷകരും അഭിപ്രായപ്പെടുകയുണ്ടായി. ആ രീതിയിൽ തെളിവുകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുമാത്രമല്ല, വ്യാവസായിക മേഖലയിലെ സ്തംഭിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടന്നു. ആദിത്യൻ ആനന്ദ എന്നൊക്കെ കൊണ്ടുള്ള ഇതിൻ്റെ നേതാക്കന്മാർ തമിഴ്നാട്ടിൽ നിന്നടക്കം അവരെ പിടികൂടുകയുണ്ടായി. ഇവരുടെ ഒക്കെ ഗൂഢനീക്കങ്ങൾക്ക് പിന്നിലും കോൺഗ്രസിൻ്റെ കൈ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ജൻസി കലാപത്തിന് കുറച്ചധികം നാളുകളായിട്ട് കോൺഗ്രസ് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം തന്നെ
കോൺഗ്രസിൻ്റെ ഈ രാജ്യവിരുദ്ധ ശക്തികളുമായുള്ള ബന്ധത്തെ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതാണ്. അതിൻ്റെ തെളിവുകളടക്കം നമ്മുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നീക്കം തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.